നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വളരെ സുപരിചിതമായൊരു ഭക്ഷ്യയോഗ്യമായ സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചുരക്ക, ചെരവക്കായ എന്നെല്ലാം നമ്മൾ വിളിക്കുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ലാജിനേറിയ സൈസറേറിയ എന്നാണ്. കുക്കുർബിറ്റേസിയാണ് കുടുംബം. ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ഒരു വെള്ളരി വർഗ്ഗ വിളയാണ് ചുരക്ക. മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ ചുരക്ക കൃഷി ചെയ്തു വരുന്നുണ്ട്. പുരാതന കാലം തൊട്ടേ ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് ഇതിൻ്റെ ജന്മദേശം എന്നൊരു വാദമുണ്ട്. വേനൽക്കാലമാണ് ഈ സസ്യത്തിന് ഏറ്റവും അനുയോജ്യം. ഇതിനൊരു കുപ്പിയുടെ ആകൃതിയുള്ളതിനാൽ ഇംഗ്ലീഷിൽ ഇതിനെ ബോട്ടിൽ ഗോഡ് എന്നാണ് വിളിക്കുന്നത്. പണ്ട് കാലത്ത് കള്ള് ചെത്തുന്നതിനും അതുപോലെ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനുമൊക്കെ പാത്രമായി ഇതിൻ്റെ തോട് ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. ഇതൊരു ഏകവർഷീയ ഔഷധിയാണ്. വളരെ ബലം കുറഞ്ഞ നാരുപോലുള്ള ഇതിൻ്റെ തണ്ടിന് ഏകദേശം 5 മീറ്ററോളം നീളം വരും. പ്രധാനങ്ങളുടെ സഹായത്തോടെ പടർന്നു പിടിക്കുന്നൊരു സ്വഭാവമാണ് ഈ സസ്യത്തിനുള്ളത്. ഇതിൻ്റെ വള്ളികളിലും ഇലകളിലുമെല്ലാം ധാരാളം ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും. ലഘുവായിട്ടുള്ള ഇതിൻ്റെ ഇലകൾ ഏകാന്തരമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലകൾക്ക് ഏകദേശം 20 സെൻറ്റിമീറ്ററോളം വ്യാസം വരും. വൃത്താകാരത്തിലുള്ള ഇലകളുടെ ആധാരഭാഗം ഹൃദയാകാരമാണ്. അരികുകൾ ദന്തുരമായിട്ടും കാണപ്പെടുന്നു. ഇലത്തണ്ടിന് ഏകദേശം 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ചുരക്കയുടേത്. ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും ഒരേ ചെടിയിൽ തന്നെ കാണപ്പെടുന്നു. ആൺപൂക്കൾ താരതമ്യേന വലുതായിരിക്കും. ഇവ ഇലത്തണ്ടിനോളം നീളമുള്ള തണ്ടിലാണ് കാണപ്പെടുന്നത്. എന്നാൽ പെൺപൂക്കൾ ചെറുതുമാണ്. സാധാരണയായി പൂക്കൾ വൈകുന്നേരത്തിലാണ് വിരിയുന്നത്. പെട്ടെന്ന് തന്നെ വാടുകയും ചെയ്യും. ഇളം പച്ച നിറത്തിലുള്ള ചുരക്കയുടെ കായ വിവിധ ആകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. ഫ്ലാസ്ക്, കുപ്പി തുടങ്ങിയവയുടെ ആകൃതിയിലെല്ലാം ഇത് കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലത്തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് വണ്ണം കുറവും മറ്റേ ഭാഗത്ത് വണ്ണം കൂടുതലുമായിരിക്കും. ബലമുള്ള ഈ പുറന്തോടിനുള്ളിൽ വെളുത്ത നിറത്തിലുള്ള കാമ്പാണ്. അതിനുള്ളിൽ പൊതിഞ്ഞ രീതിയിൽ വിത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഏകദേശം 5 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന വിത്തുകൾക്ക് പരന്ന അണ്ഡാകൃതിയാണ്. ഈ വിത്ത് വഴിയാണ് ഇതിൻ്റെ വംശവർധന നടത്തുന്നത്. കയ്പ് രസമുള്ളതും മധുരരസമുള്ളതായ 2 തരം ചുരക്കകളുണ്ട്. മധുരരസമുള്ള ചുരക്കയാണ് സാധാരണയായി ഭക്ഷ്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഇതിനെ പാൽ ചുരക്ക എന്നും വിളിക്കുന്നു. കയ്പ് രസമുള്ള ചുരക്കയാണ് ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഇതിൽ ധാരാളമായി ഫൈബർ, കാൽഷ്യം, മഗ്നീഷ്യം, ജീവകങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തു എന്നതിലുപരിയായി ധാരാളം ഔഷധ ഗുണങ്ങൾ ഈ സസ്യത്തിനുണ്ട്. ഇത് വാതപിത്തഹരമായിട്ടുള്ളൊരു ഔഷധമാണ്. ഇതിൻ്റെ ശീതഗുണം മൂത്രാശയ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇന്ത്യയിലെ ചില കാട്ടുജാതിക്കാർ ഇതിൻ്റെ തോട് അവരുടെ തനത് വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ചുരക്കയുടെ കൂടുതലായിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ചിരവയ്ക്ക നമ്മളെല്ലാവരും മിക്ക കുടുംബത്തിലും നമ്മൾ ചിരവയ്ക്ക ധാരാളം ഇപ്പോൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാറ്. അതിൽ വലിയ വിലയില്ലാത്ത നല്ലൊരു പച്ചക്കറിയാണ്. അതുമാത്രമല്ല അതിന് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് ഈ ചിരവയ്ക്ക. ഒന്ന്, അത് ഈ മൂത്രം പോവാൻ വളരെ നല്ലതാണ്. അപ്പോൾ ശരീരത്തിൽ ഈ നീര് കെട്ടിക്കിടക്കുന്ന ആൾക്കാർ, നീര് വരുന്ന ആൾക്കാർക്ക്, ഈ മൂത്രം പോകാൻ വിഷമമുള്ള ആൾക്കാർക്ക്, മൂത്രച്ചൂട്, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ചിരവയ്ക്ക ദിവസേന ഉപ്പേരി വെച്ചോ കൂട്ടാൻ വെച്ചോ മുളകോശയും വെച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണം കിട്ടും. അതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ്. ഇത് അങ്ങനെ ഡെയിലി ദിവസേന ഇത് ഒരു മുളോഷ്യം പോലെ വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഹോർമോൺ ഇംബാലൻസ്, പ്രത്യേകിച്ചും ഈ മാസക്കുളി നിന്ന മെനോപോസൽ സിൻഡ്രോമുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഈ ഈസ്ട്രജൻ ഹോർമോൺ ധാരാളമുണ്ട്. അപ്പോൾ ഈ മെനോപോസുള്ള ആൾക്കാർക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം ഉപ്പേരിയോ അല്ലെങ്കിൽ മുളോഷ്യോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ തോട് ഉണക്കി പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി കഴിച്ച് കഴിഞ്ഞാൽ ഈ മൂത്രക്കല്ലിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ആർത്തവം
ശുദ്ധിയാവാത്ത ആൾക്കാർക്ക് അതിനുണ്ടാകുന്ന വിഷമം ശരീരം ചൂടൊക്കെ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് പാലിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണം കിട്ടും.